ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹാര്യ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതും പറ സ്വാഗതം, ഇങ്ങനെ പറ സ്വാഗതം. നമ്മളിന്ന് എവിടെ പോയാണ്? നമ്മളിന്ന് സ്കൂളിൽ പോവാൻ ബാഗും ബുക്കും പിന്നെ കൊടയും അതെല്ലാം വാങ്ങാൻ പോണം. ഋതുവിനെയും കൂടെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞല്ലേ. മോ എവിടെ പോയാണ്? അപ്പം ഋതുവിനും അല്ലുവിനും സ്കൂളിൽ പോകാൻ വേണ്ടി ബാഗും ബുക്കും കൊടയൊക്കെ വാങ്ങാൻ പോവുകയാണ്. നമ്മൾ എവിടെയാണ് പോണത്? അപ്പൊ ആറ്റിങ്ങലാണ് നമ്മൾ ഉടുപ്പും ബാഗും ഒക്കെ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അല്ലു ഫാമിലിയും പിന്നെ ഞാനും ഋതുവും കൂടിയാണ് പോകുന്നത്. ആറ്റിങ്ങിലാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ അല്ലുവിന് സ്കൂളിൽ കൊടുക്കാനായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ആറ്റിങ്ങൽ സ്റ്റുഡിയോയിൽ കയറി നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു. ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള ആറ്റിങ്ങൽ ബഡാ ബസാറിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടുത്തെ കളക്ഷനൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നല്ലതാണെങ്കിൽ വാങ്ങാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടേക്ക് ചെന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. സാധനങ്ങൾ വാങ്ങുന്നതിനെക്കാട്ടിയും അത് ബില്ലിട്ട് എടുക്കുന്നതിനായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. അവിടെ ബാഗുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ടിഫിൻ ബോക്സുകൾ, പൗച്ചുകളുടെ തന്നെ ഒരു വലിയ വെറൈറ്റി തന്നെ അവിടെ ഉണ്ടായിരുന്നു. പൗച്ചുകൾ, ടിഫിൻ ബോക്സുകൾ, അതുപോലെ തന്നെ ഷൂസുകൾ, സ്കൂൾ ഷൂസുകളും അല്ലാതുള്ള ഷൂസുകൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ചെരുപ്പുകളുടെയൊക്കെ ഒരു വെറൈറ്റി ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അനിയത്തി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിന് ബില്ലിട്ടെടുക്കാൻ ഒരുപാട് നേരം ക്യൂ നിൽക്കുക നമുക്ക് പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ബാബാസിലേക്കാണ് അടുത്തതായിട്ട് പോയത്. അവിടെയും സ്കൂൾ ബാഗുകളുടെയും ലഞ്ച് ബോക്സുകളുടെയും ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഋതുബേബി അവിടെ കാണുന്ന ചില കളിപ്പാട്ടങ്ങളിലേക്ക് കൈവച്ച് തുടങ്ങി. ബാഗ് വേണോ ബൈക്ക് വേണോ? ബാഗും ബൈക്കും വാങ്ങാൻ പൈസ ഇല്ല. ബാഗ് ഓരോ സാധനം വാങ്ങാനേ പൈസ ഉള്ളു. ആദ്യമേ തന്നെ നമ്മൾ ഋതുബേബിക്കും അല്ലമ്മോക്കും ബാഗ് സെലക്ട് ചെയ്യാനായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ബാഗുകൾ വാരിക്കൂട്ടിയൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ വാരിപ്പറക്കിയിട്ടേക്ക് നമുക്ക് അടുക്കി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഋതുബേബി അല്ലമ്മോളും കൂടി കുറേ ബാഗുകളൊക്കെ അവിടെ അടുക്കി പറക്കി വയ്ക്കുന്നതും വലിച്ചുവാരി ഇടുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ നമ്മൾ ഋതുബേബിക്ക് അല്ലമ്മോക്കുമായിട്ട് ബാഗും വാട്ടർ ബോട്ടിൽ, ചെരുപ്പ്, അതുപോലെ തന്നെ ടിഫിൻ ബോക്സ് എല്ലാം വാങ്ങിച്ചു. അവിടെ അത്യാവശ്യം നല്ല തിരക്കും കളക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നേരം ഒത്തിരി ഇരുട്ടിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.